ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വിനി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ചും നല്ല റിട്ടേൺസ് തരുന്ന കുറച്ച് ROI പ്ലാനുകളെക്കുറിച്ചുമാണ് പറയുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അവയർനെസ് തരിക എന്നാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയുടെയും ROI പ്ലാനുകൾക്ക് അവയർനെസ് തരിക, അതുമാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യുക. ഒരാളും ലോൺ എടുത്തൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ലോൺ എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയില്ലെങ്കിൽ പോലും അത് അടയ്ക്കാനുള്ള മറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. ഏതൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും സ്വന്തം റിസ്കിൽ ആ കമ്പനിയെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു സാമ്പത്തിക വിദഗ്ധൻ തയ്യാറായിട്ടുള്ളൊരു ചാർട്ടാണിത്. ലോകത്ത് 4 രീതിയിലാണ് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഒന്ന് എംപ്ലോയീസ്, സെക്കൻഡ് സെൽഫ് എംപ്ലോയീസ്, തേർഡ് ബിസിനസ്, ഫോർത്ത് ഇൻവെസ്റ്റേഴ്സ്. ലോകത്ത് 95% ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത് ജോലി ചെയ്തും സ്വയം തൊഴിൽ ചെയ്തിട്ടാണ്. 5% ആളുകൾ മാത്രമാണ് ബിസിനസ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷേ ലോകസമ്പത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ 95% ബിസിനസ്സുകാരുടെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൈകളിലാണ്. 5% മാത്രമേ എംപ്ലോയീസിൻ്റെയും സെൽഫ് എംപ്ലോയീസിൻ്റെയും കൈകളിലുള്ളൂ. നമ്മൾക്കും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബിസിനസ് നമുക്ക് അറിയാത്തൊരു മേഖല ആയതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല. പക്ഷേ ഇൻവെസ്റ്റ് നമുക്ക് ചെറിയൊരു തുക പോലും 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 40% ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പണക്കാർ കൂടുതൽ പണക്കാരാവുന്നതും പാവപ്പെട്ടവരായി തന്നെ തുടരുന്നതിൻ്റെ കാരണം ഇതാണ്. പണക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കിട്ടുന്ന വരുമാനം അത് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ 40% ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. 40% ഇല്ലെങ്കിൽ ഒരു 10% എങ്കിലും നമ്മൾ മാസം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വയ്ക്കുക. നമുക്കൊരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം ക്രിപ്റ്റോ കറൻസിയിലാണ്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലെ വളർച്ച കഴിഞ്ഞ ദിവസമൊക്കെ പേപ്പറിലുണ്ടാവും. ബിറ്റ്കോയിൻ്റെ വില $1,00,000 ടച്ച് ചെയ്ത വാർത്തകൾ നിങ്ങളെല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. നമുക്ക് ക്രിപ്റ്റോ കറൻസിയുടെ വിലയിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ക്രിപ്റ്റോ കറൻസി ഉണ്ട്. പക്ഷേ ഇപ്പോഴും പല ആളുകൾക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ല. 2008 ഫസ്റ്റത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ഇറങ്ങുന്നത്. അന്ന് ഇറങ്ങിയ സമയത്തൊക്കെ 9 പൈസയ്ക്കാണ് ഒരു ബിറ്റ്കോയിൻ്റെ വില. 2010 ആയപ്പോൾ 9 രൂപയായി. 2015 അത് 32,000 രൂപയായി. 2020 50 ലക്ഷത്തിന് ടച്ച് ചെയ്തു. നിലവിൽ ഒരു ബിറ്റ്കോയിൻ്റെ വില 86 ലക്ഷം രൂപയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കോയിനാണ് ഇതേറിയം. 2015 ഇറങ്ങിയത്. ഇറങ്ങിയ സമയത്ത് 1000 രൂപ ഉണ്ടായിരുന്നത് 2020 എത്തിയപ്പോഴേക്കും 10,000 ആയി. 2024 അതിൻ്റെ വില 3,13,000 രൂപയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കോയിനുകളുണ്ട്. സൊളാനയുടെ വില നോക്കണമെങ്കിൽ 72 രൂപയായിരുന്നു 2020. ഇപ്പോൾ ഒരു സൊളാനയുടെ വില 17,000 രൂപ. ഡോജെ കോയിൻ്റെ വില നോക്കണമെങ്കിൽ 15 പൈസ ഉണ്ടായിരുന്നത് ഇപ്പോൾ 31 രൂപയായിട്ടുണ്ട്. അതുപോലെ തന്നെ കാർട്ടാനോഡ 2.5 രൂപ ഉണ്ടായിരുന്നത് 82 രൂപയായിരിക്കുകയാണ്. അതായത് ഒരു 1000 രൂപയ്ക്ക് 2020 അഡ കോയിൻ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്നത് 82,000 രൂപയായിട്ട് നമുക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ഇതാണ് ക്രിപ്റ്റോ കറൻസിയുടെ വിലയിലുള്ള മാറ്റങ്ങൾ. ഇത് ഞാനുണ്ടാക്കിയ ചാർട്ടാണ്. നിങ്ങൾക്കിത് പരിശോധിക്കാൻ പറ്റും. ഗൂഗിളിൽ കോയിൻ മാർക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയാൻ പറ്റും. നിങ്ങൾക്ക് കാണാം. കോയിൻ മാർക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. coinmarket.com ഓരോന്നിൻ്റെ വില കൂടുതലും കുറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യ 10 സ്ഥാനത്തുള്ള എല്ലാ കോയിനുകളുടെ ലിസ്റ്റിൽ വരും. ഒരു കോയിന് നമുക്ക് ഇഷ്ടമുള്ള കോയിനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ നോക്കാം. നമുക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചുകൾ വേണം. ബിനാൻസ് ലോകത്തിൻ്റെ നമ്പർ 1 എക്സ്ചേഞ്ചാണ് ബിനാൻസ്. അതിൻ്റെ ഓണർ ചൈനക്കാരനാണ്. അതുകൊണ്ട് അമേരിക്കക്കാരധികം ഉപയോഗിക്കാത്തത് കൊണ്ട് അമേരിക്കയുടെ ഒരു എക്സ്ചേഞ്ചാണ് കുക്കോയിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒട്ടനവധി എക്സ്ചേഞ്ചുകളുണ്ട്. ബിറ്റ്മാർട്ട്, അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. നമുക്ക് ക്രിപ്റ്റോ കറൻസി എങ്ങനെ വാങ്ങാൻ നോക്കാം. ഒരു ബിനാൻസ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ, അധികം ആൾക്കാർക്ക് അറിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ. ഒരു P2P ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. P2P ട്രാൻസ്ഫർ വഴി നമുക്ക് ഇത്
ഇതിൻ്റെ ഓൺലൈനിൽ ബ്രോക്കേഴ്സ് ഇരിക്കുന്ന 24 hours സർവീസാണ് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് അവർ വാങ്ങാനാണെങ്കിൽ അവർക്ക് ക്യാഷ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കോയിൻ റിലീസ് ചെയ്ത് തരും. നമ്മുടെ USDT ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോറി, ഞാനത് ക്ലോസ് ചെയ്ത് അടുത്ത ടൈം എടുക്കുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ നിങ്ങൾക്ക് ബിനാൻസിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് P2P എന്ന് കാണാൻ പറ്റും. P2P ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആളുകൾ നമുക്ക് ഓരോരോ വില പറയുന്നുണ്ടാവും. ഒരു USDT വിലയാണ് കാണിക്കുന്നത് 92. പലവരും പല വിലയാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ സെർച്ചിൽ ഗൂഗിൾ പേ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ വാങ്ങാനാണെങ്കിൽ നമ്മൾ അവർക്ക് ഗൂഗിൾ പേ വഴി ക്യാഷ് അയക്കുന്നു, അവർ നമുക്ക് കോയിൻ അയച്ചു തരും. അതുപോലെ തന്നെ വിൽക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടെ ബൈൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ റേറ്റ് കിട്ടണമെന്നില്ല, കുറച്ച് റേറ്റ് കുറയും. ഓക്കെ, ഈ പൈസയ്ക്കൊക്കെ വാങ്ങാൻ ആൾക്കാരുണ്ട്. എളുപ്പമാണ്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ പല ആൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ആരും ഇതിലേക്ക് വരാത്തത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ ഉള്ള USD കോയിൻ ആയിരിക്കും. നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് USD ആയിരിക്കും കിട്ടുന്നത്. USD എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ കോയിനാണ്. അതിൻ്റെ വിലയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 90 രൂപയ്ക്കായിരിക്കും അതിൻ്റെ വില. ചെറിയ വ്യത്യാസമൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കോയിൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ള USD നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കോയിനിലേക്ക് മാറ്റാൻ പറ്റും. മറ്റുള്ള കോയിനുകൾ വില കൂടും ചെയ്യും, അതുപോലെ തന്നെ കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അവിടേക്ക് മാറ്റിയാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. നഷ്ടമുണ്ട്, അതുപോലെ തന്നെ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് കോയിനാണ് വേണ്ടത് അവിടെ ബൈ എന്നുള്ള ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ കോയിൻ നമ്മൾ ഏതിലേക്കാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ സെർച്ച് ബട്ടണിൽ നമുക്ക് ഇഷ്ടമുള്ള കോയിൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ വിൽക്കാനും പറ്റും. നമുക്കിപ്പോൾ വില നഷ്ടത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വിൽക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യമുള്ള ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രാവശ്യത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരു 1000 രൂപയ്ക്ക് ഒരു 10 USD, അതായത് 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോയിനൊക്കെ വാങ്ങി ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ട്രേഡിങ് ബോട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇത് നോക്കിയിരിക്കേണ്ടി വരും, ഇതിൻ്റെ വില കൂടുന്നുണ്ടോ കുറയുന്നതൊക്കെ നോക്കിയിരിക്കേണ്ടി വരും. ഇപ്പോൾ ഒറ്റനവധി കാര്യങ്ങൾ ഇപ്പോൾ AI ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രേഡിങ്ങിലും ഒരു നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡിങ് ബോട്ടുകളിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം തന്നെ നമുക്ക് ലാഭം എടുത്ത് തരും. നമ്മൾ നോക്കാണ്ട് തന്നെ ലോയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് അത് നമ്മളിന്ന് വിൽക്കുകയും ചെയ്യും. അങ്ങനെ പ്രോഫിറ്റൊക്കെ എടുത്ത് തരുന്നൊരു ട്രേഡിങ് ബോട്ടുകൾ നിരവധി ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രോഫിറ്റ് എടുത്ത് തരും. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണിത്. കുറച്ച് 1000 2000 നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് വാങ്ങാം. അതെപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിൽക്കാനും പറ്റും. അപ്പോൾ ഇത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് നമുക്ക് ഓരോ മാസത്തെ അടവുകൾക്കൊന്നും അത് നടക്കില്ല. നമുക്കത് കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൈസ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ മാസം ചിലവുകൾക്ക് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ROI പ്ലാനുകളുണ്ട്. ഒട്ടനവധി ROI പ്ലാനുകളുണ്ട്. നമുക്ക് മാസം അതിൻ്റെ നമുക്ക് എന്ത് അടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് വാങ്ങാനും മറ്റുള്ള ചിലവുകൾക്കൊക്കെ ഒരു മാസം ഇത്ര പൈസ ആവശ്യമുണ്ടാവും. അപ്പോൾ അതിന് ആയിട്ടുണ്ടെങ്കിൽ ROI പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ അതിലൊരു ഒരു കമ്പനിയാണ് ലോട്ടസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ 1% നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. ഇവർ ഒരു 35 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ഒരു 350 കോടി ആസ്തിയുള്ള കമ്പനിയാണ്. 100 കോടി RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇവർ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവർ ചെയ്യുന്നത് വെച്ചാൽ സ്ക്രാപ്പിംഗ് ആണ്. പാലങ്ങളുടെയും മറ്റുള്ള ഏറ്റവും വലിയ സ്ക്രാപ്പുകൾ കളക്ട് ചെയ്തിട്ട് അവർ കയറ്റുമതി ചെയ്യുന്നു. ഒരു 35 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 9 മാസമായിട്ടാണ് MLM-ലേക്ക് വന്നിരിക്കുന്നത്. ട്രൂ മാർക്കറ്റിംഗ് ROI പ്ലാനിൽ ട്രൂ മാർക്കറ്റിംഗ് വന്നിരിക്കുന്നത് ഒരു 9 മാസം മുമ്പാണ്. ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്.
ഇതിലാണ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. നമുക്കിത് പരിശോധിക്കാൻ സാധിക്കും. ഇതിൻ്റെ PDF കോപ്പി ലഭ്യമാണ്. ഇത് ആവശ്യമുള്ളവർ അത് വാങ്ങിയെടുക്കുക. ഇതൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ കമ്പനീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ വിഷനും മിഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജോയിനിങ് പാക്കേജ് 3000 രൂപയാണ് നമുക്കിതിൽ മിനിമം ജോയിനിങ് ഫീസ്. 3000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 1% സാറ്റർഡേ സൺഡേ ഒഴികെ എല്ലാ ദിവസവും നമുക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. അതൊരു 300 ദിവസം നമുക്ക് കിട്ടും. അതായത് 3 ഇരട്ടി ആവുന്നതിന് നമ്മളൊരു 3000 ഇട്ട് കഴിഞ്ഞാൽ 9000 ആവുന്നതിന് കിട്ടും. 1 ലക്ഷം ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 22,000 വെച്ചിട്ട് മാസം കിട്ടുന്നുണ്ട്. ഇത് 10,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഡെയിലി കിട്ടുന്ന ROI ഇൻകമാണ്. അത് ഡെയിലി 100 വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റർക്ക് ഡെയിലി 100 വെച്ച് കിട്ടും. സാറ്റർഡേ സൺഡേ ഒഴികെയുള്ള എല്ലാ ദിവസവും ഇൻകം കിട്ടുന്നുണ്ട്. മറ്റൊരു ROI പ്ലാനാണ് അപ്പെക്സ് ടോക്കൺ എന്നുണ്ട്. ഇതിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 1% നമുക്ക് ഡെയിലി കിട്ടും. സാറ്റർഡേ സൺഡേ ഒഴികെയുള്ള ദിവസങ്ങൾ നമുക്ക് കിട്ടുന്നു. നമ്മൾ നേരത്തെ ലോട്ടസിനെ കുറിച്ച് പറഞ്ഞു. അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അവർ ട്രേഡിങ് ഒരു സ്ക്രാപ്പുകളൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക്, അതായത് 30-40% അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് 1% ഡെയിലി തരുന്നത്. അപ്പെക്സ് ടോക്കണുകൾ നമുക്ക് പ്രോഫിറ്റ് തരുന്നത് അവർ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ട്രേഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് കമ്പനികൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. നമ്മളൊരു ട്രേഡിംഗ് ബോട്ട് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ്. ടെക്നോളജിയിൽ നിന്ന് ഒരുപാട് ട്രേഡിങ് കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുള്ള ട്രേഡിങ്. അപ്പോൾ ഒരുപാട് കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ട്രേഡിങ്ങിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. അപ്പെക്സ് ടോക്കൺ എന്നാണ് പേര്. അതിൻ്റെ ഒരു 5-6 എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബിനാൻസ്, ബിറ്റ്മാർട്ട്, അതിലൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെയൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിനാൻസിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ചെയ്യാൻ പോകണം. എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ബിനാൻസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ MD അഭിജിത്ത് മാണി എന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ട ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ കാണാം. UK കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് പാക്കേജുകൾ നോക്കുകയാണെങ്കിൽ മിനിമം 50 USDT ആണ്. അതായത് 4,500 രൂപയായിരിക്കും നമുക്ക് ജോയിനിങ് ഫീസ്. 4,500 കൊടുത്ത് ജോയിൻ ചെയ്ത് നമുക്ക് ഡെയിലി അതിൻ്റെ 1% 0.5 USDT ആയിരിക്കും നമുക്ക് ഡെയിലി കിട്ടുന്നത്. 100 USDT ചെയ്യുകയാണെങ്കിൽ ഡെയിലി 1 USDT നമുക്ക് കിട്ടുന്നു. അത് നമുക്ക് USDT കിട്ടുമെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ INR നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രിപ്റ്റോ ആണെങ്കിൽ ക്രിപ്റ്റോ, അല്ലെങ്കിൽ INR ആയിട്ട് നമുക്ക് ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ലോട്ടസിൽ നമുക്ക് മിനിമം 30 രൂപ ഉണ്ടെങ്കിൽ വിത്ഡ്രോ ചെയ്യാൻ പറ്റും. 3000 പാക്കേജ് എടുക്കുന്ന ആൾക്കാണെങ്കിൽ ഡെയിലി 30 രൂപ വരുന്നതുകൊണ്ട് ഡെയിലി നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അവിടെ വിത്ഡ്രോൾ ടൈം കൊടുത്തിരിക്കുന്നത് വൈകുന്നേരം 4 മണി മുതൽ 11 വരെയാണ്. അപ്പോൾ അന്ന് വിത്ഡ്രോ കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഇതിൽ മിനിമം 10 USDT ഉണ്ടെങ്കിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. ഡെയിലി 1% കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് 50 USDT നമ്മുടെ സ്റ്റേക്കിങ്ങിലിടുമ്പോൾ നമുക്ക് 500 അപ്പെക്സ് കോയിൻ കിട്ടുന്നു. ഇപ്പോൾ 0.1 USDT ആണ് ഒരു കോയിൻ്റെ വില. ഒരു വർഷം സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വില കൂടുന്നത്രയാണ് ആ ഒരു എമൗണ്ട് കൂടി നമുക്ക് കിട്ടുന്നു. അവരുടെ ലക്ഷ്യം 5 USDT എത്തിക്കുക എന്നുള്ളതാണ്. ഒരു USDT ആയി പോലും നമ്മുടെ കയ്യിൽ 500 അപ്പെക്സ് കോയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. 2 പ്രോഫിറ്റാണ്. ഡെയിലി 1% കിട്ടുന്നു. കൂടാതെ അപ്പെക്സ് ടോക്കണിൻ്റെ വില നമുക്ക് നമ്മുടെ കയ്യിൽ 500 ടോക്കൺ തന്നിട്ടുണ്ട്. അതിൻ്റെ വില കൂടുന്നതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ മിനിമം ജോയിൻ ഫീസാണ് 50 USDT, അതായത് 4,500 രൂപ. എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 50 അല്ലെങ്കിൽ 100 USDT അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ വേറെ ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രം പറയുന്നുള്ളൂ. ഇതാണ് അപ്പെക്സ് ടോക്കണിൻ്റെ വെബ്സൈറ്റ്. നമുക്ക് കിട്ടുന്ന ഇൻകം ഒരു 50 USDT ക്യാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഐഡിയ ആണിത്.
2 USDT കറണ്ട് ബാലൻസ് കാണിക്കുന്നത്. ഇവിടെ 500 അപ്പെക്സ് കോയിനും കിട്ടിയിട്ടുണ്ട്. 0.1 ഇപ്പോൾ ഒരു അപ്പെക്സ് കോയിൻ്റെ വില 0.1 USDT. അത് ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ എത്രയാണ് വില, അതിൻ്റെ എമൗണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നു. കൂടാതെ ഡെയിലി 1% കിട്ടുന്നുണ്ട്. ഡെയിലി 1% കിട്ടുന്ന ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ 27 ഡിസംബറിൽ ദിവസമാണ് അടച്ചത്. ഡെയിലി 0.5 USDT വന്നുകൊണ്ടിരിക്കുന്നത്. 30, 31, 2, 3 1-ാം തീയതി വന്നിട്ടില്ല. ബാക്കി ദിവസങ്ങൾ കയറിയിട്ടുണ്ട്. ഇതാണ് ഡെയിലി അപ്പെക്സിൽ ഡെയിലി വരുന്ന ഇൻകം. 27 ഡിസംബറാണ് ക്യാഷ് അടച്ചത്. അതിനുശേഷം ഡെയിലി 3, 2, 3 ഒക്കെ എല്ലാ ദിവസങ്ങളും നമുക്ക് സാറ്റർഡേ സൺഡേ വഴിയുള്ള എല്ലാ ദിവസങ്ങളും 0.5 USDT 450 USDT അടച്ചാലായതുകൊണ്ട് ഡെയിലി 1 USDT 0.5 USDT ഡെയിലി വരുന്നതിൻ്റെ ഡീറ്റെയിൽസാണിത്. നമുക്കൊരു 10 USDT ഉണ്ടെങ്കിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. ഇതിലൊരു 3% നിലവിൽ ഇപ്പോൾ അതിൻ്റെ കട്ടിങ്. നമ്മൾ ലോട്ടസിലാണെങ്കിൽ നമുക്ക് 10% ഡിഡക്ഷൻ ഉണ്ടാവും ഓരോ ട്രാൻസാക്ഷനും. ഇവിടെ നിലവിൽ 3% കട്ടിങ് ഉള്ളത്. ഇനി മറ്റൊരു പ്ലാനാണ് കോർ വേരിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് കമ്പനിയാണ് കോർ വേരിയസ്. കോർ എന്നൊരു കോയിൻ്റെ ഒരു പ്രോജക്റ്റാണത്. കോർ എന്നൊരു കോയിൻ്റെ 42 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കോയിനാണ്. റാങ്കിങ്ങിൽ നമ്മൾ കോയിൻ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 100 സ്ഥാനങ്ങളൊരു സാധനമുള്ള ഒരു കോയിൻ. കോർ കോയിൻ്റെ വില ഒരു 100 കോർ കോയിൻ നിൽക്കുന്നത് 106 രൂപയോളാണ് നിലവിൽ അതിൻ്റെ വില. അതിൽ നമുക്കൊരു 10 USDT അതായത് 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ ജോയിനിങ് പാക്കേജാണത്. 100 രൂപ 10 USDT അതായത് ഒരു 1000 രൂപ. അവർ 2 പ്ലാനുണ്ട്. കോർ വേരിയസിൻ്റെ ഒരു പ്ലാനുണ്ട്, CV ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനുണ്ട്. നമ്മൾ 1000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് CV ബോട്ട് നേരത്തെ പറഞ്ഞിരുന്ന ട്രേഡിംഗ് ബോട്ട്, അതായത് നമുക്ക് ബിനാൻസിൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണത്. അപ്പോൾ ഇത് നമ്മൾ 1000 USDT കൊടുക്കുമ്പോൾ നമുക്കൊരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു. പിന്നെ ഒരു 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് 2 ആഴ്ചയ്ക്കാണ് നമുക്ക് അതിൻ്റെ റെൻ്റൽ ഫീസ് 1000 രൂപയോളം വരുന്നുണ്ട്. 10 USDT ആണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചെടുക്കണമെങ്കിൽ നമുക്ക് 2ലും ജോയിനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇൻകം തരുന്നത് വെച്ചാൽ ഇതൊരു ഡീസെൻട്രലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100% ഡീസെൻട്രലൈസ്ഡാണ്. 100% സ്മാർട്ട് കോൺട്രാക്റ്റാണ്. ഡീസെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു വ്യക്തിയോ സ്ഥാപനമൊന്നുമില്ല, ഒരു സിസ്റ്റം വർക്ക് ചെയ്ത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻകം കിട്ടുന്നത്. 100% സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇത് ക്രിയേറ്റ് ചെയ്ത ആൾ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ നിന്ന് മാറ്റുന്നു. പിന്നെ ഒരാൾക്ക് പോലും അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിലുള്ള പൈസ എടുക്കാൻ പറ്റില്ല. സ്മാർട്ട് കോൺട്രാക്റ്റ് വെച്ചാൽ അതിലുള്ള പൈസ ഫുള്ള് ഈ ടോട്ടൽ ഇവിടെ ഇതിൻ്റെ ബിസിനസ് നടക്കുന്നതനുസരിച്ച്, അതായത് 40 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഇതിലുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന പൈസ ഫുള്ള് ആ സ്മാർട്ട് കോൺട്രാക്റ്റ് അവിടെ തന്നെ വരുന്നു. ആ പൈസ തന്നെ ഇതിൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കുന്നു. അച്ചീവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 2x ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരാളിപ്പോൾ നമ്മളൊരു 1000 രൂപയ്ക്ക് നമ്മളൊരു CV ബോട്ട് വാങ്ങിയ പോലെ നമുക്കതിൽ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക, നമ്മുടെ താഴെ 2000 രൂപ ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2x ബിസിനസ് കംപ്ലീറ്റ് ചെയ്തു. F50 ക്യാപ്പിംഗ് ഇൻകം നമുക്ക് കിട്ടുന്നു. ഒരു ബോണസ് ഇൻകമാണ് അത് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 25% അതിന് മാറ്റിയിരിക്കുന്നത്. അത് 0 മുതൽ 3.33% വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. 3.33% നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് അതിൻ്റെ. പിന്നെ നമുക്ക് ഒരു ഉൽപ്പന്നം കിട്ടുകയും ചെയ്താൽ നമുക്കത് ട്രേഡ് ചെയ്ത് നമുക്കതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. 2.1 ബില്യനാണ് കോർ കോയിനുള്ളത്. സതോഷ് ഷാപ്പിൽ മൈൻ ചെയ്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. നമ്മുടെ ബിറ്റ് കോയിനും ഇതേറിയൊക്കെ പോലെ തന്നെ വന്നിട്ടുള്ളൊരു കോയിനാണിത്, കോർ കോയിൻ എന്ന് പറയുന്നത്. കോർ കോയിൻ്റെ ലൈവ് റേറ്റാണ് ഇപ്പോൾ കാണുന്നത്. 1.18 ആണ്. ലാസ്റ്റ് 1 ഹവറിലാണ്, 4 ഹവറിൽ നോക്കണമെങ്കിൽ ഇതാണ് ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1.18
നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.18 ഇൻറ്റു 90 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോഴത്തെ റേറ്റ് അറിയാൻ പറ്റും. 1.18 ഇൻറ്റു 90 എന്ന് കഴിഞ്ഞാൽ അതായത് 106 രൂപയാണ് നിലവിലെ ഒരു കോർ കോയിൻ്റെ പ്രൈസ്. ഇവിടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ ഫുൾ എമൗണ്ടും നമുക്കിതിൽ വിധിച്ചു കൊടുക്കുന്നു. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇതിലെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, കോറിൻ്റെ കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് പ്രോഫിറ്റ്, അവരുടെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ കോർ കോയിൻ 1 കോടി കോർ കോയിൻ ഉണ്ടെങ്കിൽ അതിന് 50 ലക്ഷം ആയിരിക്കും പബ്ലിക്കിൽ കൊടുത്തിട്ടുണ്ടാവും, 50 ലക്ഷം അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒരു വർഷം മുമ്പ് 42 രൂപയായിരുന്നു ഒരു കോർ കോയിൻ്റെ വില, ഇപ്പോൾ 106 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകുതി കോയിൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ വില ഇരട്ടിയാവുന്നതനുസരിച്ചിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അത് 50 ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പോൾ 1 കോടി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അവരുടെ പ്രോഫിറ്റ്. കോർ കോയിൻ അവർക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, കോർ വേരിയസിൽ നിന്ന് അത് 100% ഇതിലുള്ള ആൾക്ക് തന്നെ വിധിച്ചു കൊടുക്കുന്നു. എത്ര രൂപ വരുന്നോ അതിൻ്റെ ഫുൾ എമൗണ്ടും ഇതിലുള്ള ആൾക്ക് വിധിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വർക്ക് ചെയ്യണവർക്ക് 1000 കൊടുത്തിട്ട് വർക്ക് ചെയ്യാം. ഇൻവെസ്റ്റേഴ്സിന് നോക്കണമെങ്കിൽ 2x ബിസിനസ് കംപ്ലീറ്റ് ചെയ്യണം. കോർ വേരിയസിലും അതുപോലെ തന്നെ കോർ CV ബോട്ടിലും 2x ബിസിനസ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ആ 3.33% കിട്ടുന്നത്. അതായത് ടോട്ടൽ 5000 രൂപ ചിലവ് വരും നമുക്ക് രണ്ടിലും കൂടെയും 2x കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പം നിലവിലൊരു ഓഫറുണ്ട്, 3300 രൂപ ചിലവാക്കണമെങ്കിൽ നമുക്ക് ആ 2x കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി 0.33 നമുക്ക് ഫസ്റ്റത്തെ 100 ദിവസം 0.33 ഇൻറ്റു 30 നോക്കണമെങ്കിൽ 9.9 അതായത് 10 USD നമുക്ക് മാസം കിട്ടുന്നു. 3000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ 10 USD മാസം കിട്ടും. 3 മാസം കൊണ്ട് തന്നെ നമുക്കത് 3000 രൂപ 1000 ഇൻവെസ്റ്റ് ചെയ്ത് 30 USD മാക്സിമം കിട്ടുന്നത് 3 ഇരട്ടി 30,000 1000 ആൾക്കാർക്ക് 3000 രൂപ കിട്ടുന്നു. അതായത് 10 USD എന്നുള്ള 30 USD എന്തെങ്കിലും കിട്ടുന്നു. ഫസ്റ്റത്തെ ഐഡിയിൽ നമുക്കത് 3 മാസം കൊണ്ട് തന്നെ നമുക്കത് 3000 രൂപ റിട്ടേൺ കിട്ടുന്നു. പിന്നെ 100 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു ഐ ഡി എന്ന് പറയുന്നത് അത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നോൺ വർക്കിംഗ് ഐ ഡി ആയി മാറുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഐ ഡിയിലാണ് 0.3 പറയുന്നത്. വേറെ 2 ഐ ഡികൾ ഉണ്ട്. 100 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ 0.6 വെച്ചിട്ട് ഡെയിലി 3 ഇരട്ടി ആവുന്നതിനും കിട്ടുന്നു. 30 ദിവസം നോക്കുകയാണെങ്കിൽ ഒരു 20 USD മാസം കിട്ടുന്നു. അങ്ങനെ 60 USD ആവുന്നതിനും, അതായത് 6000 രൂപ ആകുന്നതിന് കിട്ടും. നമുക്കൊരു 3000 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്കതൊരു 9000 രൂപയായിട്ട് കിട്ടുന്നു. ഇനി അവിടുത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ പകുതി പൈസയായിരിക്കും നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പോലും വർക്കിന് ഇറക്കണമെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ആ പൈസ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അവരുടെ ഐഡിയ ടോപ്പ് അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഐഡിയ ടോപ്പ് ചെയ്തൊക്കെ ഉപകരിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മാത്രമാണെങ്കിൽ അവർക്കത് 4500 കിട്ടുള്ളൂ. പക്ഷേ 6 മാസം കൊണ്ട് 3000 എന്നുള്ളത് 4500 രൂപയിൽ കിട്ടിയിട്ടുണ്ട്. അത് ആ പൈസ അതിൽ തന്നെ ഇടണമെങ്കിൽ നമുക്ക് റെഡീം ചെയ്തെടുക്കാവുന്ന എമൗണ്ടൊക്കെ കൂട്ടി നമ്മൾ അതിൽ തന്നെ ഇടണമെങ്കിൽ നമുക്ക് 6000 കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കതൊരു 3000 എന്നുള്ളത് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കത് 6000 രൂപയ്ക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് നമുക്ക് വേറെ കോർ വേരിയസിൻ്റെ വേറെ ഐഡിയകളുണ്ട്. അവിടെയും F50 ക്യാപ്പിങ്ങിന് ചാൻസ് ഉണ്ട്, ഇൻകം കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കണമെങ്കിൽ ഒരു 3000 എന്നുള്ളത് ഒരു 15000 വരെയും കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല, സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഒരു ഗ്യാരണ്ടി നമുക്കൊരു 6000 രൂപ എന്തായാലും നമുക്കൊരു വർഷം കൊണ്ട് നമ്മൾ 3000 രൂപ 6000 ആയിട്ട് കിട്ടുന്നത്. 0.33 എന്ന് പറയുമ്പോൾ തന്നെ ഒരു 30 രൂപയോളം നമുക്ക് കിട്ടുന്നുണ്ടാവും ഡെയിലി ഇൻകാണ്. നേരത്തെ പറഞ്ഞ പ്ലാനുകളിലൊക്കെ സാറ്റർഡേ സൺഡേ നമുക്ക് ഇൻകം കിട്ടുന്നില്ല. ഇവിടെ ഡെയിലി സാറ്റർഡേ സൺഡേയും ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയണ മറ്റൊന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് വിത്ഡ്രോ ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഫീസ് ഉണ്ട്, 10%, 3% കട്ടിങ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ നിസ്സാരം, 2 രൂപയ്ക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുള്ളൂ. പിന്നെ നോക്കേണ്ടത് ഇവിടെ നമുക്ക് ടോട്ടൽ ടേൺ ഓവറിൻ്റെ അനുസരിച്ചിട്ടുള്ള ഇൻകമാണ് കിട്ടുന്നത്. ഇപ്പോൾ മാക്സിമമാണ് 0.33. ഇനി അത് ഫ്ലഷ്ഡ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം ബിസിനസ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ ബോട്ട് 50 ഫ്ലഷ്ഡ്. അപ്പോൾ ഈ
ഇവിടെ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് $0.33 കിട്ടാനാണ്. അത് കഴിഞ്ഞിട്ട് $2 ഡെയിലി ഫ്രഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ 3000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9000 വരും. വർക്കിന് ആൾക്കാർക്കാണെങ്കിൽ 6 മാസം കൊണ്ട് 3000 9,000 കിട്ടുന്നുണ്ട്. വർക്ക് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ 4500. നമുക്ക് ലീഡേഴ്സിൻ്റെയും കൂടെ ഇത് 3300 ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൈറ്റാണ്. ഇനി ടോപ്പ് ലീഡേഴ്സിൻ്റെ നമുക്ക് ഐഡി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കോർ വേരിയസിൽ ടോപ്പ് ലീഡറിൻ്റെ ഒരു ഐഡി ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം, അതായത് 2024 ജനുവരി 3 കോർ വേരിയസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞൊരു വർഷത്തെ ഇൻകാണ് കാണിക്കുന്നത്. കോർ വേരിയസ് ലിങ്കാണിത്. F50 ഇൻകം $1,55,551 അത് റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1.5 കോടി രൂപയാണ് F50 ഇൻകമായി കിട്ടിയിരിക്കുന്നത്. ഇനിയിവിടെ ഫ്ലഷഡ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കിട്ടേണ്ട എമൗണ്ട് കഴിഞ്ഞ് ഫ്ലഷായി പോയിരിക്കുന്നത് 4.5 കോടി രൂപയാണ്. മാജിക് ഇൻകം കിട്ടിയിരിക്കുന്നത് 4.5 കോടിയാണ്. ഒറ്റ വർഷത്തെ ഇൻകാണ് കാണിക്കുന്നത്. ഓഫർ ഇൻകം 77. ടോട്ടൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 6 കോടി രൂപയാണ് ഒറ്റ വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. ഇത് കോർ വേരിയസിൻ്റെ പ്ലാനാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തി കുറച്ചൊക്കെ അപ്ഡേഷനൊക്കെ വരുത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ ബോട്ട് CV ബോട്ട് എന്നൊരു പുതിയ പ്ലാൻ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരാഴ്ചയായിട്ടുള്ള ഇറങ്ങിയിട്ട് അതിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വരുമാനം കൂടി നമുക്ക് നോക്കാം. ഇതാണ് ലീഡറിൻ്റെ ഒരാഴ്ചത്തെ വരുമാനം. ബോട്ട് 50 ഇൻകം നോക്കണമെങ്കിൽ $834, അതായത് 83,000 രൂപയാണ് ഒരാഴ്ച കൊണ്ട് കിട്ടിയിരിക്കുന്നത്. മാജിക് ഇൻകം ഇപ്പോൾ ഒരാഴ്ചത്തെ എല്ലാ തിങ്കളാഴ്ച ദിവസമാണ് മാജിക് കിട്ടുന്ന ഒരാഴ്ചത്തെ ഇൻകാണ് കാണുന്നത്. $10,000, അതായത് ഒരു 10 ലക്ഷം രൂപയോളം ഒരാഴ്ചത്തെ വരുമാനമാണ് കാണിക്കുന്നത്. ഓഫർ ഇൻകം 232. ടോട്ടൽ ദിവസം കിട്ടിയിരുന്നത് ഒരു 11 ലക്ഷം രൂപ ഒറ്റ ആഴ്ചത്തെ വരുമാനമാണിത് ബോട്ട് പ്ലാൻ ഇറങ്ങിയതിന് ശേഷമുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് ഇറങ്ങാം. അതായത് ഇത്രയധികം ഇത്ര ലീഡർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ ടീമുണ്ട്. ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. കോർ വേരിയസിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കോർ വേരിയസിൽ അൺലിമിറ്റഡ് ഇൻകം കിട്ടുന്നെങ്കിൽ ഇവിടെ 3 ഇരട്ടി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് 3 ഇരട്ടി ആകുമ്പോൾ ഓട്ടോമാറ്റിക് അത് വീണ്ടും ടോപ്പ് ചെയ്താലേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ടോപ്പ് ചെയ്യും. അപ്പോൾ ഈ വർഷം നല്ലൊരു ബിസിനസ്, മുമ്പത്തെ വർഷം ഇത്ര ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പുതിയ പ്ലാൻ അനുസരിച്ചിട്ട് ആഴ്ചയിൽ 2 ആഴ്ച കൂടുന്തോറും റെൻ്റൽ ചാർജസ് കൊടുക്കണം. അതൊക്കെ ബിസിനസ്സായിട്ട് കണക്കാക്കും. അപ്പോൾ നല്ലൊരു ഇൻകം കിട്ടാൻ ഇതിൽ ചാൻസ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്. 3000 തന്നെ ഒരു 6 മാസം കൊണ്ട് തന്നെ 9,000 കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ 4,500 രൂപ കിട്ടുന്നുണ്ട്. ഇനി 10,000 രൂപ ഈ 3 കമ്പനിയിലായിട്ട് 11,000 രൂപ 3 കമ്പനിയായിട്ട് ഇടണമെങ്കിൽ തന്നെ നമുക്ക് 2,200 വെച്ചിട്ടൊക്കെ മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു കമ്പനിയിൽ തന്നെ കൂടുതൽ എമൗണ്ട് ഇടാതെ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടോ അത് പല കമ്പനികളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനിക്ക് ഇപ്പോൾ നഷ്ടം വന്നാലും നമുക്ക് ചിലപ്പോൾ ടെക്നോളജി ബേസ് ചെയ്ത കമ്പനികളാണ്, ചിലപ്പോൾ ഒരു മാസമൊക്കെ വരുമാനം ഇല്ലാതാവും. അപ്പോൾ ലോൺ എടുത്ത ആൾക്കാർക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഒരു കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ പല കമ്പനിയിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.